ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ഈ മാസം 16-ന് ആരംഭിക്കും. ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ ആത്മനിർഭർ ഭാരതിന്റെ നേട്ടമെന്ന് രാഷ്ട്രപതി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.41%. ആഗോള രോഗബാധിതർ 9 കോടി കവിഞ്ഞു. കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 5528 പേർക്ക്. നിലവിൽ ചികിത്സയിലുള്ളത് 64,000-ലധികം പേർ. ഇന്തോനേഷ്യയിൽ 50-ലധികം യാത്രക്കാരുമായി പോയ വിമാനം കടലിൽ തകർന്നു വീണു. ISL ഫുട്ബോളിൽ ബംഗളൂരു FC-ക്കെതിരെ ഈസ്റ്റ് ബംഗാളിന് വിജയം. ഇന്ന് ചെന്നൈ ഒഡീഷയെയും ജംഷഡ്പൂർ കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ പിടിമുറുക്കുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഈ മാസം 16 മുതൽ ആരംഭിക്കും. വാക്സിനേഷൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. ആരോഗ്യപ്രവർത്തകരും മുൻനിര കോവിഡ് പോരാളികളുമടക്കം 3 കോടിയോളം പേർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ 2 വാക്സിനുകളുടെ അടിയന്തര ഉപയോഗത്തിന് രാജ്യത്ത് അനുമതി നൽകിയിരുന്നു. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികളും ഡ്രൈ റണ്ണും രാജ്യത്ത് ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. വാക്സിൻ വിതരണത്തിനായി സജ്ജീകരിച്ച കോവിൻ പ്ലാറ്റ്ഫോമിൽ 79 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഗോള ക്ഷേമമെന്ന ലക്ഷ്യമാണ് 2 കോവിഡ് വാക്സിനുകൾ വികസിപ്പിക്കുന്നതിലേക്ക് ഇന്ത്യൻ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും നയിച്ചതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഈ വിജയം ആത്മനിർഭർ ഭാരത് ഉദ്യമത്തിന്റെ വലിയ നേട്ടമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ്. സമ്പദ് വ്യവസ്ഥ, അടിസ്ഥാന സൌകര്യ വികസനം, ജനസംഖ്യാശാസ്ത്രം, ജനാധിപത്യം, വിതരണ ശൃംഖല എന്നിവയാണ് ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന്റെ 5 പ്രധാന സ്തംഭങ്ങളെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്നത് സ്വയം കേന്ദ്രീകൃതമായ ക്രമീകരണങ്ങളോ മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കലോ അല്ല, മറിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനുള്ള ആത്മവിശ്വാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ കോവിന്ദ്. കോവിഡ്-19 മഹാമാരി സൃഷ്ടിച്ച വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. 150ഓളം രാജ്യങ്ങൾക്ക് ഇന്ത്യ മരുന്നുകൾ വിതരണം ചെയ്തു. ലോകം ഇന്ത്യയെ ലോകത്തിന്റെ ഫാർമസിയായാണ് കാണുന്നത്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഓർക്കുന്നതിനുള്ള അവസരം കൂടിയാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്നും അദ്ദേഹം പറഞ്ഞു. അഹിംസ, ധാർമ്മികത, ലാളിത്യം, സുസ്ഥിര വികസനം എന്നീ ഗാന്ധിയൻ ആശയങ്ങൾ നമുക്ക് മാർഗദർശനങ്ങളാണ്. കോവിഡ് യാത്രാ തടസ്സങ്ങൾക്ക് കാരണമായി. ദുഷ്കരമായ ഈ കാലഘട്ടത്തിൽ പ്രവാസികളുടെ യാത്ര സുഗമമാക്കുന്നതിലൂടെ വിദേശകാര്യ മന്ത്രാലയവും വിദേശത്തുള്ള നയതന്ത്ര കാര്യാലയങ്ങളും വഹിച്ച പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്ത് കോവിഡ് പരിശോധനകൾ 18 കോടി കടന്നു. കഴിഞ്ഞ ദിവസം മാത്രം 9,16,000 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതിനിടെ രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.41%-ലെത്തി. 19,000-ലധികം രോഗികൾ സുഖം പ്രാപിച്ചതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 1,56,000 കടന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2.15% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 18,000-ഓളം പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവർ 2,24,190 ആയി. നിലവിലെ മരണനിരക്ക് 1.45%. ഇന്നലെ 228 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 9,45,000 കടന്നു. ഇതിൽ 6,44,00,000-ലധികം പേർ രോഗമുക്തി നേടി. 19 ലക്ഷത്തിലധികം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 2,36,00,000 ആളുകളാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. അമേരിക്കയിൽ 2,40,000 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ഇന്നലെ 5,528 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,424 പേർ രോഗമുക്തി നേടി. 22 മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. എറണാകുളം, കോഴിക്കോട്, കോട്ടയം, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. 64,318 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. കോവിഡ് വാക്സിനുകൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് പുറത്തിറക്കി. അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകാൻ അനുമതിയുള്ള എല്ലാ വിമാന കമ്പനികൾക്കും കോവിഡ് വാക്സിൻ കൊണ്ടുപോകാം. എന്നാൽ ഡ്രൈ ഐസിൽ ആവരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഈ അനുമതി ലഭിക്കാത്തതും യാത്രക്കാരെ കൊണ്ടുപോകുന്നതുമായ വിമാനങ്ങളിലും വാക്സിൻ കൊണ്ടുപോകാവുന്നതാണ്. ഇതിനായി അവർ പ്രത്യേക അനുമതി നേടണമെന്നും DGCA സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ 133 കേന്ദ്രങ്ങളിൽ ആദ്യ ദിവസം കോവിഡ് വാക്സിൻ വിതരണം നടക്കും. എല്ലാ ജില്ലകളിലും വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുണ്ട്. സർക്കാർ, സ്വകാര്യ മേഖലകളിലെ ആശുപത്രികളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 100 ആരോഗ്യ പ്രവർത്തകർ വീതം മരുന്ന് സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ജില്ലാ ജനറൽ ആശുപത്രിയിലുണ്ടായ വൻ അഗ്നിബാധയിൽ 10 നവജാത ശിശുക്കൾ ശ്വാസം മുട്ടി മരിച്ചു. നവജാത ശിശുരോഗ വിഭാഗത്തിലെ ഐസിയുവിൽ ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 1 മുതൽ 3 മാസം വരെ പ്രായമുള്ള കുട്ടികളാണ് മരിച്ചത്. 7 കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിന്റെ 20 ലക്ഷം ഡോസുകൾ കയറ്റി അയക്കണമെന്നാവശ്യപ്പെട്ട് ബ്രസീലിയൻ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. ഇന്ത്യയുടെ വാക്സിനേഷൻ പരിപാടിയെ ബാധിക്കാതെ കോവിഷീൽഡ് വാക്സിൻ ലഭ്യമാക്കണമെന്നാണ് കത്തിലുള്ളത്. ബ്രസീലിന്റെ ദേശീയ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയിൽ കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയെ അടിയന്തര ഉപയോഗത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ 50ലധികം യാത്രക്കാരുമായി പോയ വിമാനം കടലിൽ തകർന്നു വീണു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ജക്കാർത്തയിൽ നിന്നും വെസ്റ്റ് കാളിമന്ദൻ പ്രവിശ്യയിലേക്ക് പറന്ന ശ്രീ വിജയ എയറിന്റെ വിമാനമാണ് ദുരന്തത്തിനിരയായത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും കണ്ടെടുത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ അതിർത്തി കടന്ന ചൈനീസ് സൈനികനെ സുരക്ഷാസേന പിടികൂടി. കിഴക്കൻ ലഡാക്കിലെ ചുഷൂൾ സെക്ടറിൽ ഗുരുങ് ഹില്ലിന് സമീപത്തു നിന്നാണ് ചൈനീസ് സൈനികനെ പിടികൂടിയത്. ചൈനീസ് സൈനികന് വഴി തെറ്റിയതാണെന്നാണ് സൂചന. സൈനികനെ ഇന്നോ നാളെയോ തിരിച്ചയക്കുമെന്ന് സൂചനയുണ്ട്. ചൈനീസ് തുറമുഖമായ ജിങ്ടാങ്ങിൽ കുടുങ്ങിയ ജഗ് ആനന്ദ് എന്ന കപ്പലിലെ 23 ഇന്ത്യൻ നാവികർക്ക് ഒടുവിൽ മോചനം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നീണ്ട ചർച്ചകൾക്ക് ശേഷം ക്രൂ മാറ്റത്തിനായി കപ്പൽ ജപ്പാനിലേക്ക് അയക്കാൻ തീരുമാനമായി. ലഷ്കർ ഇ തയ്ബ ഭീകരൻ സക്കി ഉർ റഹ്മാൻ ലഖ്വിക്കെതിരെയുള്ള പാകിസ്ഥാന്റെ നടപടികളിൽ അമേരിക്കയ്ക്ക് അതൃപ്തി. കഴിഞ്ഞ ദിവസം ലാഹോറിലെ ഭീകരവിരുദ്ധ കോടതി ലഖ്വിയെ 15 വർഷം തടവിന് വിധിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയായ ലഖ്വിക്ക് എതിരെയുള്ള പാക് കോടതിയുടെ ശിക്ഷാവിധി പ്രഹസനമാണെന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചതിനു തൊട്ടു പിന്നാലെയാണ് യുഎസിന്റെ പ്രതികരണം. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഏകപക്ഷീയമായ 1 ഗോളിന് ബംഗളൂരു എഫ്സിയെ തോൽപ്പിച്ചു. 20-ാം മിനിറ്റിൽ ജർമ്മൻ താരം മാറ്റി സ്റ്റെയിൻമാനാണ് വിജയ ഗോൾ നേടിയത്. 10 മത്സരങ്ങളിൽ നിന്നായി 12 പോയിന്റുമായി ബംഗളൂരു എഫ്സി 6-മതും 10 പോയിന്റുമായി 9-മതാണ് ഈസ്റ്റ് ബംഗാൾ. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. വൈകിട്ട് 5-ന് ചെന്നൈ ഒഡീഷയെയും രാത്രി 7:30-ന് ജംഷഡ്പൂർ കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും. ഇന്ത്യ ഓസ്ട്രേലിയ 3-ാം ടെസ്റ്റിന്റെ 4-ാം ദിനം കളി പുനരാരംഭിക്കുമ്പോൾ ബാറ്റിംഗ് തുടരുന്ന ഓസ്ട്രേലിയ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തിട്ടുണ്ട്. നേരത്തെ ഓസ്ട്രേലിയയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 338-ന് മറുപടിയായി ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് 244 റൺസിൽ അവസാനിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വിറ്റർ അക്കൌണ്ട് സ്ഥിരമായി സസ്പെൻഡ് ചെയ്തു. കലാപാഹ്വാന സാധ്യത നിലനിൽക്കുന്നതിനാലാണ് നടപടി. ട്രംപിന്റെ അക്കൌണ്ടിൽ നിന്നുള്ള ട്വീറ്റുകൾ സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് തീരുമാനമെന്ന് ട്വിറ്റർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് നീക്കത്തിനൊരുങ്ങുകയാണ് ഡെമോക്രാറ്റുകൾ. സർക്കാർ ഓഫീസുകളിൽ ഹരിത ഓഡിറ്റ് നടത്തി ഗ്രീൻ സർട്ടിഫിക്കേഷനും ഗ്രേഡിംഗും നൽകുന്ന പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ തിങ്കളാഴ്ച ആരംഭിക്കും. സർക്കാർ ഓഫീസുകളുടെ ഹരിത ഓഡിറ്റിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിംഗിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് D സുരേഷ് കുമാറും നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ഈ മാസം 16-ന് ആരംഭിക്കും. ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ ആത്മനിർഭർ ഭാരതിന്റെ നേട്ടമെന്ന് രാഷ്ട്രപതി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.41%. ആഗോള രോഗബാധിതർ 9 കോടി കവിഞ്ഞു. കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 5528 പേർക്ക്. നിലവിൽ ചികിത്സയിലുള്ളത് 64,000-ലധികം പേർ. ഇന്തോനേഷ്യയിൽ 50ലധികം യാത്രക്കാരുമായി പോയ വിമാനം കടലിൽ തകർന്നു വീണു. ISL ഫുട്ബോളിൽ ബംഗളൂരു എഫ്സിക്കെതിരെ ഈസ്റ്റ് ബംഗാളിന് വിജയം. ഇന്ന് ചെന്നൈ ഒഡീഷയെയും ജംഷഡ്പൂർ കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ പിടിമുറുക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.